ഹലോ അങ്ങനെ കാറ്റത്തിക്കിളിക്കൂടി പുതിയ പ്രമോൽ സുനന്ദയുടെ അച്ഛനും അമ്മയും വരികയാണ്. പിന്നീട് നമ്മുടെ സുനന്ദയുടെ അച്ഛനും അമ്മയും നമ്മുടെ സുഭാഷിന്റെ അച്ഛനും ഒക്കെ തമ്മിൽ വാക്ക് തർക്കമായിട്ട്. അപ്പൊ സുഭാഷിന്റെ അച്ഛന് ഇവരുടെ നമ്മുടെ സുനന്ദയുടെ മാതാപിതാക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ നാളെ നിശ്ചയിച്ച വിവാഹം മുടങ്ങിയടാ, എനിക്ക് സന്തോഷമായടാ, നിങ്ങൾ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുന്നത് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുഭാഷിന്റെ അച്ഛൻ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ നമ്മുടെ സുനന്ദ അവരെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ സുനന്ദയാണെങ്കിൽ നമ്മുടെ സുഭാഷേട്ടന്റെ കാലിൽ വീണ് കരയുവാ, എന്നെ വിട്ടുകൊടുക്കില്ല സുഭാഷേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുവാ. അപ്പൊ വീണ്ടും ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സുധീഷ് നമ്മുടെ സുനന്ദയുടെ അച്ഛനും അമ്മനെയും തടയുന്നുണ്ട്. അപ്പൊ അവരുടെ നേരെ നമ്മുടെ എന്താ പറയാ സുധീഷിന്റെ നേരെ സുനന്ദയുടെ അച്ഛൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ദേടാ ചെക്ക, നീ ഞങ്ങളെങ്ങാനും തടയാൻ നിന്ന ഇവളെ പിടിച്ചുകൊണ്ടുവന്ന കേസിൽ നിങ്ങൾ എക്കത്തിനെ ഞാൻ അകത്താക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുനന്ദയുടെ അച്ഛൻ ഭീഷണി സ്വരമൊക്കെ മുഴക്കുന്നുണ്ടേ. പക്ഷെ അതൊന്നും നടപ്പുള്ള കാര്യമല്ല. സുനന്ദ ഇങ്ങോട്ട് കയറി വന്നതാ അല്ലെ. ലാസ്റ്റ് നമ്മുടെ സുനന്ദയുടെ അമ്മയുടെ അവസാന അടവെന്നോണം നമ്മുടെ സുഭാഷിന്റെ കാലിൽ വീഴുവാട്ടോ നമ്മുടെ സുനന്ദയുടെ അമ്മ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കറിയത്തില്ലായിരുന്നു മോനെ ഇത്രയ്ക്കും അവൾക്ക് നിന്നെ ജീവനാണെന്ന്. ഇപ്പോഴാണ് ഈ നിമിഷമാണ് ഞങ്ങളത് മനസ്സിലാക്കി. നീ എന്തായാലും അവളെ ഞങ്ങളോടൊപ്പം പറഞ്ഞു വിടണം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് കരയുവാണേ. അപ്പൊ നമ്മുടെ സുഭാഷ് നമ്മുടെ സുനന്ദയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇനി മനസ്സ് മാറി വരുവാണോ, അല്ലെങ്കിൽ സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടിയും അവരുടെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് താലി കെട്ടി അത് അരക്കെട്ട് ഉറപ്പിക്കാൻ വരുന്നതാണോ എന്ന് നമുക്ക് കണ്ടറിയണം കേട്ടോ അല്ലെ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.